ക്രിസ്തുവിൽ പ്രിയപ്പെട്ട ജനങ്ങളെ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിഭൂതി പെരുന്നാളിൽ സംഭവിച്ചിട്ടുള്ളത്. വളരെ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ജീവിതം പലപ്പോഴും എവിടെയാണ് ചെന്നെത്തിയിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. നീ ആരംഭിച്ച സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? നീ ആരംഭിച്ച സ്ഥലത്തല്ല. നീ ഇതിനിടയിൽ ഒരുപാട് തകർന്ന് തരിപ്പണമായി, പാപം കൊണ്ട് നിറഞ്ഞ്, തിന്മ കൊണ്ട് നിറഞ്ഞ്, കച്ചവട മനോഭാവം കൊണ്ട് നിറഞ്ഞ്, എങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്ന് ചിന്തിച്ച് ഓരോ ദിവസവും രാത്രിയും പകലും നീ എങ്ങനെ ഈ ജീരകം വിറ്റഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിന്റെ ഈ ചരക്ക് വിറ്റഴിക്കാം, എങ്ങനെ നാളെ ഏത് സ്ഥലത്ത് കൊണ്ടു കൊടുക്കാം, ഇരട്ടി ലാഭം എവിടെ കിട്ടും എന്ന് പകലും രാത്രിയും നീ ആലോചിച്ച് നീ ഉറക്കമില്ലാതെ ജീവിച്ച് അങ്ങനെ നിന്റെ ജീവിതം എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അർത്ഥമില്ലാത്ത ജീവിതത്തിലേക്ക് നീ കണ്ണും നട്ട് ജീവിച്ചതിന്റെ മറുപടിയാണ് കർത്താവ് പറയുന്നത്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ പിന്തിരിയണം. നീ ഇതുവരെയും ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇത്രയും കാലം കഴിഞ്ഞു, ഇത്രയും പുരുഷായുസ് കഴിഞ്ഞു, എന്നിട്ടും നീ ജീവിതം ആരംഭിച്ചിട്ടില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇബ്രാഹിമിനെ ദൈവം വിളിക്കുന്നു, ഞാൻ കാണിച്ചു തരുന്ന മരുഭൂമിയിലേക്ക് പോകും, അവിടെയാണ് നീയും ഞാനുമുള്ള ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ നിന്നിൽ അവിടെ വെച്ച് പ്രസാദിക്കും, ആ മരുഭൂമിയിൽ ചവിട്ടി നിന്ന് ആകാശത്ത് നോക്കും, നീ ഒരു വലിയ ജനതയുടെ പിതാവാകും, വാഗ്ദാനത്തിന്റെ നിറവ് നിനക്ക് ഞാൻ തരും, നീ അങ്ങോട്ട് പോര്. ആദത്തെയും അവയും സൃഷ്ടിച്ചപ്പോ ഒരു വലിയ ദൗത്യം അവർക്ക് കൊടുക്കുകയാണ്. എന്താണ്? ഇതെല്ലാം നീ അനുഭവിച്ചോ, ഒന്നിനും ഒരു കുറവ് നിനക്കുണ്ടാകില്ല, ആരും നിനക്കൊരു കുറവുണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ സൗരഭ്യം അറിയുന്നതിന്, ശരിക്കും നീ ജീവിക്കാൻ ആരംഭിക്കുന്നതിന്, നിന്റെ ജീവിതത്തിൽ ഒരു ചൂടും തണുപ്പും സംയുക്തമായി ലഭിച്ച് നീ വളരുന്നതിന്, എല്ലാം നീ സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കാമെങ്കിലും ഞാൻ അതിൻ്റെ നടുക്ക് നന്മ തിന്മ തിരിച്ചറിയുന്ന ഒരു ജീവന്റെ വൃക്ഷം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാത്രം നീ കണ്ണുവയ്ക്കരുത്, അതിലേക്ക് മാത്രം കണ്ണുവയ്ക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഹവ്വയ്ക്ക് ഒരു ഇൻക്വിസിറ്റീവ് സെൻസ് ഉണ്ടായി. എന്നാ പിന്നെ അതെന്തോന്നായിരിക്കുമെന്ന് സാധാരണ മനുഷ്യന്റെ ചിന്തയാണത്. എന്തോന്നായിരിക്കുമെന്ന് അവൾ കൂടെ ആ വൃക്ഷത്തെ നോക്കാൻ പോയി. ആ നടന്നു പോയാൽ ആ വൃക്ഷത്തെ നോക്കും. അപ്പൊ അതിനകത്തിരിക്കുന്ന പിശാചിന് മനസ്സിലാക്കി, ഇവൾക്ക് ഈ വൃക്ഷത്തോട് എന്തോ ഒരു താല്പര്യമുണ്ട്, ഇവളിലൂടെ നമുക്ക് ലോകത്തെ കീഴടക്കാം. അതവിടെ നിന്ന് ഹവ്വയെ വിളിക്കാൻ തുടങ്ങി, വാ 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 വാ, നീ ജീവിതം ആരംഭിക്കാൻ പോകേണ്ടത് ഇതിലൂടെയാ, ഇന്നും ജീവിതം ആരംഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, വാസ്തവത്തില് ഞാൻ ഈ ഇടയ്ക്ക് ചിന്തിക്കുകയായിരുന്നു, യുദ്ധത്തിന്റെ തീഷ്ണത ഉള്ളതുകൊണ്ടാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധ സാമഗ്രികൾ ഇറങ്ങുന്നത്. ലോകത്ത് കള്ളന്മാർ കൂടുന്നത് കൊണ്ടാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും, ഇവൻ എങ്ങനെ കീഴടക്കാം, ഇവൻ എങ്ങനെ നമുക്ക് ഒരു റൂമിനകത്ത് വെച്ച് എങ്ങനെ ആരൊക്കെയെന്ന് തിരിച്ചറിയാമെന്ന് ടെക്നോളജി പ്രവർത്തിക്കുന്നു. എല്ലാവരും നല്ലവരായിരുന്നുവെങ്കിൽ ഈ ടെക്നോളജി ഒന്നും വളരില്ല, അതിന്റെ ആവശ്യമില്ല. മനുഷ്യന്റെ ആവശ്യമാണ് ഈ ടെക്നോളജിയുടെ വളർച്ച. പുതിയ സാങ്കേതിക വളർച്ചകളും എല്ലാം മനുഷ്യന്റെ ആവശ്യമായി മാറും. ഇപ്പൊ മനുഷ്യൻ എത്രത്തോളം സങ്കീർണമായി മാറുന്നു, അത്രത്തോളം മനുഷ്യന്റെ ആവശ്യങ്ങൾ പെരുകുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ പെരുകുമ്പോൾ അവന്റെ കണ്ടുപിടുത്തവും പെരുകുന്നു. ശരിക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാതാപിതാക്കന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഈ നന്മതിന്മ തിരിച്ചറിയുന്ന ഈ വൃക്ഷത്തിന്റെ ചുവടയിൽ വെച്ചാണ്. അതുവരെ അവൻ അറിയേണ്ട ഒന്നും, അതുവരെ ദൈവം വരും, ദൈവവിനോടത്തും അങ്ങനെ പറുദീസയിൽ ജീവിച്ചിരുന്ന ആ പറുദീസ എന്ന് നഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് അവൻ ചൂടാകാൻ തുടങ്ങി. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ വാങ്ങിച്ചു കഴിച്ചോ? കഴിച്ചു. ഇതിനകത്ത് വേറൊരു രീതിയിൽ കർത്താവ് ചരിത്രത്തെ രൂപപ്പെടുത്തുകയാണ്. ചരിത്രം അവിടെ വെച്ച് അതുവരെ ഇവനൊന്നും അറിയണ്ട, പർദീസയിൽ സുഖമായി ജീവിക്കുന്നവൻ.
മണ്ണിൽ നിന്നെടുത്തവന് ആ മണ്ണിൽ തന്നെ തൻ്റെ ആത്മാവിന് ഊതിയപ്പോൾ സ്വർഗീയ മനുഷ്യനായി മാറി പർദീസയിൽ നടന്നുകൊണ്ടിരിക്കുക. പർദീസയിൽ നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ സ്വയം പർദീസ നഷ്ടപ്പെടുത്തി ലജ്ജാവകമായി മാറി. നീ എവിടെ എന്ന് ചോദിച്ചപ്പോ നീ വെളിയിൽ വരമയ്യ, കാരണം ഞാൻ നഗരനാണ്. നീ നഗരനാണെന്ന് ആര് നിന്നോട് പറഞ്ഞു? അപ്പൊ ഏതോ ഒരു വ്യക്തി ഇടപെട്ട് കഴിഞ്ഞു, എനിക്കെതിരായി ഇടപെട്ട് കഴിഞ്ഞു. ഇന്നലെ വരെ നീ നഗ്നനായിരുന്നു, അന്ന് നിനക്ക് പ്രശ്നമില്ല. ഇന്നത്തെ നഗ്നതയ്ക്ക് നീ മൂക്കും കണ്ണും കൊടുത്തത് ആരോ ഒരാൾ വന്ന് കൊടുത്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് കർത്താവിനോട് ശാസിക്കുകയാണ്. ആര് പറഞ്ഞു നീ നഗ്നനാണ്? ശരീരം മുഴുവനും ലജ്ജാവനാണ്. അന്നു മുതൽ ദൈവത്തിന്റെ മകനല്ലാത്തതുപോലെ, ദൈവത്തിന്റെ മകളല്ലാത്തതുപോലെ ആയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഈ മണ്ണുമായിട്ട് മല്ലിടും. നോക്കിക്കോ, മണ്ണിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. രക്തം വിയർപ്പാക്കി മണ്ണിനെ നീ കിളച്ചു മറിച്ച് മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നേ. മണ്ണിൽ നീ തന്നെ അധ്വാനിച്ച് മണ്ണിൽ ചെടികൾ നട്ട് കുരുത്ത് അതിന്റെ ഫലം ഞാൻ നിനക്ക് സൗഭാഗ്യം തന്നു. നീ അധ്വാനിക്കാതെ എല്ലാം നിനക്കായിരുന്നു. ഇന്ന് നീ മണ്ണോട് മല്ലിട്ട് നീ ഭക്ഷണം കഴിക്കേണ്ടി വരും. നീ മണ്ണോട് മല്ലിട്ട് നീ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഞാൻ കാണുന്നത് ശിക്ഷയില്ല. ഈ മണ്ണോട് നീ മല്ലിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് ഈ ചെളിയാകുന്ന ഈ ശരീരം ബലമായിട്ട് നിൽക്കുകയുള്ളൂ, ഉറച്ചു നിൽക്കുകയുള്ളൂ. ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല കർത്താവ് ശിക്ഷിച്ചു എന്ന്. പകരം കർത്താവ് പുതിയ ഒരു ശാസ്ത്രത്തെ പടുത്തുയർത്തുകയാണ് ആ സംഭവത്തിലൂടെ. നമ്മൾ വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയും. മനുഷ്യന്റെ പരിശുദ്ധി എവിടെയാണ് ആരംഭിക്കുന്നത് എന്നാണ് അവനോട് പറഞ്ഞത്. മനുഷ്യൻ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇന്ന് നമുക്ക് ഈ എല്ലാം കൈയെത്തുന്ന സ്ഥലത്തൊക്കെ വച്ചിരിക്കുകയാണ്. എല്ലാം മിഷനർക്ക് സംവിധാനങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. എല്ലാം ആർട്ടിഫിഷ്യൽ ലൈഫാണ്. പക്ഷേ അതെല്ലാം കളഞ്ഞിട്ട് നേച്ചുറൽ ലൈഫിലോട്ട്, പ്രകൃതിയുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നതാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ദൈവം നമ്മളെ ഉണർത്തുന്നു. ഇന്ന് വലിയ വലിയ വെള്ളിയും ഓടും മറ്റു കിണ്ണങ്ങളും സാധനങ്ങളും ഉപേക്ഷിച്ച് മൺപാത്രത്തിലേക്ക് പോവുകയാണ്. അതാണ് സ്വാദം എന്ന് പറയുന്നത്. മനുഷ്യൻ മണ്ണോട് അടുക്കുന്തോറും അവന്റെ പ്രകൃതി നന്നായിരിക്കും, ഒപ്പം അവന്റെ ജീവിതം. വളരെ വ്യക്തമായിട്ട് അതല്ലേ പറയുന്നത്. ഐസിയ ദീർഘദർശിയുടെ പുസ്തകം 47-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില്, മനുഷ്യ നീ പൊടിയിലോട്ടിരി, തെക്കൻ പ്രദേശത്ത് രാജ്യ സിംഹാസനം വെടിഞ്ഞ് തറയിലിരി. നീ ഇന്ന് വരെ ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇത് തിരിച്ചറിയാത്തവന് ജീവിതം ആരംഭിച്ചിട്ടുമില്ല. ഇന്ന് തപസ് ആരംഭിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ വിഭൂതിയിൽ തപസ് ആരംഭിക്കുന്നു. വളരെ ഗൗരവമായി നാം കാണേണ്ട യാഥാർത്ഥ്യമാണ്. ഞാൻ ചമ്മാച്ചനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, പുരോഹിതനായി സ്റ്റുഡൻ്റായിട്ട് ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കേണ്ട ദിവസമാണ് ഈ വിഭൂതി തിരുനാൾ. ഭക്ഷണം ഉപേക്ഷിക്കുന്ന ദിവസം ചില ആൾക്കത് ആഘോഷമാണ്. ഭക്ഷണം ഉപേക്ഷിക്കേണ്ട ദിവസമാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കൊള്ളാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ നിയമമാണ്. ആ നിയമത്തിൽ പോയേ പറ്റൂ. ഇന്ന് എല്ലാവരും കാലത്തെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കണം എന്ന് ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിയമമുണ്ട്. എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും, ഒന്നുകിൽ കാലത്തായിരിക്കും അല്ലെങ്കിൽ ഉച്ചത്തായിരിക്കും. അപ്പൊ ഈ ഉപവാസം പിടിക്കുന്ന ആ നേരം ഞങ്ങൾ എല്ലാവരും റെഫ്രിജറേറ്ററിൽ പോയി ഞങ്ങൾക്ക് കട്ടൻ കാപ്പി തരും. വേറെ ഭക്ഷണമൊന്നും തരികയില്ല, വെറും കട്ടൻ കാപ്പി. എല്ലാവരും കട്ടൻ കാപ്പി കഷ്ടിച്ച് വാങ്ങിച്ച് കുടിച്ചോണ്ട് പോകും, അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും മരുന്ന് കഴിക്കേണ്ടവരോ അല്ലെങ്കിൽ ഉപവാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ആണെങ്കിൽ പരസ്യമായിട്ടൊരു ബോർഡ് വെച്ചിരിക്കും. ആ ബോർഡിൽ പേരെഴുതിയിട്ടാൽ അവർക്ക് മാത്രം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് ഉപവസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി നേരത്തെ പോയി ബോർഡിൽ എഴുതി, ബ്രദർ ജസ്റ്റിൻ അലക്സ്. അപ്പം വരുന്ന ചമ്മാച്ചന്മാരൊക്കെ നോക്കി
പരിഹസിച്ചുകൊണ്ട് പോകും. ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്തവനാണോ ഇനി ഇടവകയിൽ വികാരിച്ചനായിട്ട് പോയിരിക്കാൻ പോകുന്നത് എന്നൊക്കെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പോകും. ചിരിച്ചോട്ടെ, കളിച്ചോട്ടെ, എനിക്ക് ഉപവസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. ഞാൻ അത് നിഷേധിച്ച് ജീവിച്ചവനാണ് ഒരു തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉപവാസം ഇഷ്ടപ്പെടാതെ, ഭക്ഷണം മാറ്റിവെക്കുന്ന ഇഷ്ടപ്പെടാതെ ഇരുന്ന എന്നെയാണ് 1992 ഫെബ്രുവരി മാസം ദൈവം എനിക്ക് കൃപ തന്നു. കാര്യങ്ങളൊക്കെ നടത്താനും അനേകം ജനങ്ങൾ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനൊക്കെ കൂടി വന്നു. രോഗസൗഖ്യം, ആത്മസൗഖ്യം ഒക്കെ കിട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആരംഭിച്ചപ്പോൾ എനിക്ക് വലിയ ശക്തമേറിയ സന്ദേശം ലഭിക്കുകയാണ്. നീ തപസ്സെടുക്കണം. എനിക്ക് തപസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. തപസ്സെടുക്കണം. അപ്പൊ തപസ്സെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ വചനവും തന്നെയാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകണം. ഒരു ജീവിതത്തിന്റെ ആരംഭം അതാണ് എന്ന് പറയുന്ന സന്ദേശം തന്നെയാണ് കിട്ടിയത്. അപ്പോ തപസ്സെന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവേ? നീ 7 ദിവസം ഒന്നും ഭക്ഷിക്കാതെ, ഒന്നും പാനം ചെയ്യാതെ 7 ദിവസം ധ്യാനാത്മകനായിട്ടിരിക്കണം. അപ്പോഴാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ആള് മാറിപ്പോയി. ഞാനല്ല കർത്താവേ, എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിനക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് ഇക്കാര്യം നിന്നോട് പറയുന്നത്. സാധിക്കും. നാളെ കാലത്ത് ആരംഭിച്ചു കൊള്ളണം. ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഒരു ചായ പോലും മാറ്റിവെക്കാൻ സാധിക്കാത്ത, ഒരു ഭക്ഷണം പോലും മാറ്റിവെക്കാൻ സാധിക്കാത്ത അത്രയും കൊതിയനായ എന്നെ എന്റെ അടുക്കൽ തന്നെ നീ 7 ദിവസം ഉപവസിക്കണം, 7 ദിവസം ഒന്നും കഴിക്കരുത്, ഒന്നും കുടിക്കരുത് എന്ന് പറഞ്ഞു വന്ന ദൈവം എനിക്ക് ശക്തി തരാൻ തുടങ്ങി. അത് അഭിമുഖീകരിക്കാൻ ശക്തി തരാൻ തുടങ്ങി. എന്റെ ഫ്രണ്ടില് കർത്താവ് ഒരു കൂട നിറച്ച് വെണ്മയപ്പം കൊണ്ടുവന്ന് അതിന്റെ കാതിന്റെ കഴുത്തിലൂടെ തൂക്കിയിട്ട് നിന്നു. വിശപ്പുണ്ടെങ്കിൽ കുനിഞ്ഞെടുത്ത് കഴിച്ചു. ഇത് തൂക്കിയിട്ടപ്പോൾ ഉള്ള വിശപ്പും പോയി. ഞാൻ എവിടെയെല്ലാം പോകുമ്പോൾ എന്റെ കണ്ണിന് കാണുന്നുണ്ട്. ഞാൻ എവിടെയെല്ലാം പോകുമ്പോൾ ഈ കൂടെയും എന്റെ കൂടെ നടക്കുകയാണ്. ചെറിയ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണത്തിന്റെ ചിന്ത എന്റെ മനസ്സിൽ വന്നു. ഇത് വെണ്മയപ്പമാണ്, മനുഷ്യനുണ്ടാക്കിയപ്പോഴല്ല, സ്വർഗത്തിൽ നിന്നിറങ്ങിയ വെണ്മയപ്പമാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പതുക്കെ ഒന്ന് ഭക്ഷിച്ചു നോക്കട്ടെയോ എന്ന് സ്വയം ചിന്തിച്ച് പതുക്കെ കുനിഞ്ഞ് ആ അപ്പം എടുത്ത് ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുനിയും തോറും ആ താഴോട്ട് പോവുകയാണ്, നൂരും തോറും ഇങ്ങനെ പൊങ്ങുകയാണ്. അപ്പം മനസ്സിലായി, എനിക്ക് ട്രെയിനിങ് തരുന്ന ദൈവം. 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിലൂടെ തൂക്കിയിട്ടിരുന്ന ആ നിറഞ്ഞ കൂട പിന്നെ കാണാനില്ല. എല്ലാ മാസവും ഈ 7 ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. അടുത്ത മാസം എടുക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കൂടെ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ആ കൂട്ടപ്പെടും പകുതി ഉണ്ടായിരുന്നു, മുഴുവൻ ഉണ്ടായിരുന്നു പകുതി. അങ്ങനെ പകുതി, 3-1, 4-1 അങ്ങനെയായി വളരെ കുറഞ്ഞു. ഓരോ മാസവും കുറഞ്ഞു 4-5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ നിന്ന് ആ കൂടെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനി നീ ശക്തനായി, നീ ഇതൊന്നും ഇല്ലാതെ ഇനി നീ 7 ദിവസം നല്ലവണ്ണം നിനക്ക് തപസ്സെടുക്കാൻ പറ്റും. അങ്ങനെ 1992 കേരളത്തിൽ തപസ്സില്ലായിരുന്നു. തപസ്സിന് ജന്മം കൊടുക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചു. തപസ്സിന് ജന്മം കൊടുത്തു. അത് ഏറ്റവും അയോഗ്യനായ എന്നെയാണ് എന്റെ ദൈവം തപസ്സനുഷ്ഠിക്കുവാൻ വിളിച്ചതും ഉപവാസവും പ്രാർത്ഥനയും കൂടെ ദൈവത്തെ നിരന്തരം ധ്യാനിക്കുവാൻ എന്നെ വിളിച്ചു. 1992 ഏപ്രിൽ ആരംഭകാലത്ത് അന്ന് ഞാൻ എല്ലാവർക്കും പരിഹാസവിധേയനായി. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തപസ് ഉപവാസം എടുക്കാത്തത് കൊണ്ട് പരിഹാസ്യനായി. ഇന്ന് 7 ദിവസം തപസ് എടുക്കുന്നതും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആഹാരം, ഭക്ഷണവും പാനീയവും എല്ലാം ഉപേക്ഷിക്കുന്നത് കണ്ടിട്ട് പലരും പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ എത്രയോ തപസ്സുകൾ കഴിഞ്ഞ് ഇന്നും തപസ് മുടക്കാതെ വരുന്നു. പക്ഷേ ഇടക്കാലം വരെയൊക്കെ 7 ദിവസം എടുത്ത് ജനങ്ങൾക്ക് വേണ്ടി അത് 3 ദിവസമായി. കുറെ പ്രായം പൂർത്തിയായപ്പോൾ, പ്രായം ചെന്നപ്പോൾ അത് 3 ദിവസമായി. ചുരുങ്ങിയത്
ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് ശക്തമായി തപസ്സെടുക്കും. പലപ്പോഴും 3 ദിവസം എടുത്താലും വേറെ പല സ്ഥലങ്ങളിലും വീണ്ടും തപസ് നാമാസം വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പോകാറായിരുന്നു. അങ്ങനെ 6-7 ദിവസം മൊത്തത്തിൽ കണക്കൂട്ടുമ്പോൾ മാസം തോറും വരുമായിരുന്നു. ഇപ്പൊ പിന്നെ വയസ്സ് വളരെ കൂടുതലായി എങ്കിലും 3 ദിവസത്തെ തപസ് എന്നും മുടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും നിന്റെ അയോഗ്യതയാണ് ദൈവത്തിന്റെ മുന്നിൽ യോഗ്യതയാക്കി മാറ്റുന്നത്. നീ 1000 വട്ടം അയോഗ്യനെന്ന് നീ തിരിച്ചറിയുമ്പോ ആ അയോഗ്യരുടെ തിരിച്ചറിവാണ് നിന്നെ ദൈവത്തിന്റെ മുന്നിൽ യോഗ്യനാക്കി മാറ്റുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഈ വലിയ നോയമ്പ് കാലത്ത് ആരംഭിക്കുന്ന ഈ വിഭൂതി പെരുന്നാളില് നമുക്ക് വരേണ്ടത്. വലിയ വിശുദ്ധീകരണമാണ്. നിന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു വിശുദ്ധീകരണത്തിന്റെ ആരംഭമാണ് ഈ വലിയ നോയമ്പ്. പക്ഷെ അതിന് അർത്ഥം കൊടുക്കാതെയും അർത്ഥം കണ്ടെത്താതെയും നോയമ്പെടുക്കുന്നവർ ആചാരമായി പോകും. നോയമ്പെടുക്കുന്ന ആരെയോ പ്രീതിപ്പെടുത്തുന്ന പോലെ ആയിപ്പോ. ജീവിതത്തിൽ നിനക്കെന്ന് പറഞ്ഞ് ദൈവം നിനക്കൊരു അർത്ഥം തന്നിട്ടുണ്ട്. ആ അർത്ഥം നിന്റെ ഈ ജീവിത സഞ്ചാരത്തിൽ നീ കണ്ടെത്തിയിരിക്കണം. കണ്ടെത്തുമ്പോ നിനക്കത് മനസ്സിലാകും. എനിക്കെന്ന് പറഞ്ഞ് ദൈവം ഒരു കുട്ട നിറച്ച് വെണ്മയപ്പം കൊണ്ടുവന്നു. അതൊരു വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ദൈവം തരുന്ന ഒരു വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നാം ഇത് മനസ്സിലാക്കുക. ഒന്ന്. മറ്റൊന്ന്, നാം വളരെ ഗൗരവമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സർവ സംഭവങ്ങളുടെയും പിന്നില് ദൈവത്തിന്റെ ഒരു പദ്ധതി വളരെ പ്രകടമായി ഉണ്ട്. ആ പദ്ധതി നിന്റെ ക്ഷേമത്തിനാണ്, നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിന് മാത്രം. ഞാൻ ആദ്യം നിരസിച്ചു. യോനാ പ്രവാചകൻ നിരസിക്കുന്നത് പോലെ ഞാൻ നിരസിച്ചു. എനിക്ക് പറ്റില്ല കർത്താവേ. കർത്താവിന് ആൾ മാറിപ്പോയി. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റാത്ത എങ്ങനെ ചുമക്കാൻ പറ്റും? ഈ ചുമക്കും നിനക്ക് പറ്റും എന്നന്തസ്സായിട്ട് കർത്താവ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. വിധേയത്വം സൂക്ഷിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തു. ജീവിതം അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ പലപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തില് എല്ലാ വലിയ നോയമ്പും വരും. ചിലപ്പോൾ കുറച്ച് ആചരിക്കും, അടുത്ത വർഷവും വരും, അതും ആചരിക്കുമായിരിക്കും. അങ്ങനെ പോകും. അങ്ങനെ ആചരണങ്ങൾ കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചടങ്ങ് കയറി വരും. വെറും ചടങ്ങായി മാറിപ്പോകും. അവിടെയാണ് നമ്മുടെ ഡേഞ്ചർ ഇരിക്കുന്നത്. പണ്ട് ഞങ്ങളുടെ രൂപതയിൽ എടപ്പാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ എടപ്പാട് ഏകദേശം 2 കിലോമീറ്റർ എടപ്പാടാണ്. 2 കിലോമീറ്റർ. പണ്ട് എനിക്ക് തോന്നുന്നു 2.5 കിലോമീറ്ററെങ്കിലും ഇരിക്കണം. കുറഞ്ഞ 2 കിലോമീറ്റർ എടപ്പാടാണ്. ഈ എടപ്പാടില് ആരും തനിച്ചൊന്നും നടക്കൂല. തനിച്ച് നടന്നാൽ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ ഗോൾഡ് സ്മിത്ത്, അതായത് ഈ സ്വർണ്ണ വ്യാപാരികൾ എങ്ങനെ നടക്കുമെന്ന് അറിയാമോ? ഒരു പഴയ ബാഗ്, പരിഞ്ഞു കെട്ടിയ ബാഗ്, ഈ നമ്മൾ പറയില്ല, ഒരു തകിടിൽ കൊണ്ടുള്ള പഴയ ഒരു ട്രങ്ക് പെട്ടി ഇങ്ങനെ, അത് കണ്ട ഭിക്ഷക്കാരൻ നടക്കണ പോലെ നടക്കും. അപ്പം ആക്രമിക്കാൻ വരുന്നവൻ വിചാരിക്കുമോ ഇവൻ വെറും ഭിക്ഷക്കാരനാണ്, ഇവൻ്റെ കയ്യിൽ ഒന്നും കാണില്ല എന്നൊക്കെ വിചാരിച്ചാൽ പോവും. അങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ് ഒന്നുമില്ലാത്തവരെ പോലെ കീറിയ ഉടുപ്പൊക്കെ ഇട്ട് ഈ സ്വർണ്ണ വ്യാപാരികൾ കീറിയ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ നിന്ന് അപ്പുറത്ത് 2 വലിയ അപ്പുറത്തിപ്പുറത്തും വലിയ ഇടവയാണ്. അവിടെയും വണ്ടിയുണ്ട്, ഇവിടെയും വണ്ടിയുണ്ട്. ഈ എടപ്പാട് മാത്രം വണ്ടിയില്ല. അപ്പം ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ ചുറ്റി വേണം പോകാനായിട്ട്. അത് മടിച്ച് ഇവരിതിനകത്തുകൂടി പോവുകയായിരുന്നു. അപ്പൊ സ്വർണ്ണ വ്യാപാരി ആയിരിക്കട്ടെ, വേറെ ആരും വ്യാപാരി ആയിരിക്കട്ടെ, എന്തായിരിക്കട്ടെ, കാലത്ത് ഒരു മനുഷ്യൻ 8 മണിക്ക് മടിയിൽ ഇത്രയും പൊതിയായിട്ട് ഒരു മനുഷ്യൻ പോവുകയാണ്. മടിയിൽ പൊതി വച്ചിരിക്കുന്നത് പലപ്പോഴും എന്താണെന്നാണ് കള്ളന്മാർ വിചാരിക്കുന്നത് പണമാണ്. ഇത് പണമാണ് എന്ന് വിചാരിക്കും. ഹിന്ദുക്കളും പോവും, ആളുകളും പോവും, ഒരുവരും പോവും. ഇപ്പൊ പിറകേന്ന് ഒരു മനുഷ്യൻ ഒരു കള്ളൻ ആക്രമിച്ച് ഇവനെ കൊന്നിട്ട് ആ പൊതി എടുത്തോണ്ട് പോവുകയാണ്. പൊതി എടുത്തോണ്ട് പോവുകയാണ്. ഇപ്പൊ നിറച്ച് പണമായിരിക്കുന്നു. പൊതി എടുത്തോണ്ട് പോവുക. ആറ്റോരത്ത് പോയി പൊതി അഴിച്ചു നോക്കുകയാണ്.
പൊതി അഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇവൻ ഉച്ചയ്ക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണ്. അതിൽ ഇറച്ചി ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, ഭക്ഷണം എങ്കിൽ ഭക്ഷണം അതെങ്കിലും കഴിക്കാൻ ആകുന്നില്ല. പിന്നെ ഇതിനകത്തുള്ള ഇറച്ചി അവൻ മാറ്റി വയ്ക്കുകയാണ്. ഇതിനെ മാറ്റി വെച്ച് എന്ന് നൊയമ്പാണ് അതുകൊണ്ട് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇറച്ചി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചോറ് മാത്രം കഴിച്ചുകൊണ്ട് അവൻ ശുദ്ധനായി വെള്ളമൊക്കെ എടുത്തു പിടിച്ച് പായെല്ലാം കഴുകി അവന് വിചാരിച്ച് ഞാൻ ശുദ്ധനാണ്, ഞാൻ നൊയമ്പ് അനുഷ്ഠിക്കുന്നത് വിചാരിച്ചു. തുറന്നപ്പോഴാണ് പണമല്ല ഭക്ഷണമാണെന്ന് കണ്ടു. ആ ഭക്ഷണത്തോളം ഇവൻ വിചാരിച്ചു ഞാൻ അവിടെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാം, ഈ ഇറച്ചി മാറ്റി വെച്ച് ഞാൻ നോയമ്പെടുക്കാം എന്ന് കരുതി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് നോയമ്പെടുത്ത് അവൻ കത്തിയം നല്ലവണ്ണം കഴുകി അവൻ ഓരോരുത്തരും ഞാൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്ന മനുഷ്യർക്കും ഇത് പിന്നിൽ ഇതൊക്കെയാണുള്ളത്. അവൻ നമ്മൾ ചെയ്യുന്ന മഹാപാപങ്ങൾ തിരിച്ചറിയുന്നില്ല, എന്നിട്ട് നമ്മൾ പ്രവൃത്തി ചടങ്ങുകളെ പിൻചെന്നുകൊണ്ട് നമ്മളെല്ലാവരും ശുദ്ധന്മാരാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഡേഞ്ചർ. ഇതല്ല ശരിക്കും പറയുന്ന നമ്മുടെ താമസിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഉപവാസ ജീവിതം. ഇന്നെങ്കിലും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. ഉപവാസം ഉപേക്ഷിക്കുക, വിലാപം പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം, നെടുവീർപ്പ് ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. ഉപവാസം എന്റെ സന്തോഷവും എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു ഉപവാസം കൂടിയാണ്. വിലാപം ഞാൻ ചെയ്ത പാപം എനിക്ക് തന്നെ താങ്ങുന്നില്ല, ഞാൻ ഒരുപാട് പാപം മനുഷ്യർക്ക് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് പേരെ വഞ്ചിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. ഇന്ന് ഞാൻ അനുദപിച്ചില്ലെങ്കിൽ ഈ പാപം എന്നെ ഭാവിയിൽ വേട്ടയാടും. വളരെ വ്യക്തമായിട്ട് ഐശ്യാദിയുടെ പുസ്തകം 33-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ വഞ്ചിക്കാതിരിക്കുക മറ്റുള്ളവരെ വഞ്ചിച്ച്, നീ ചതിക്കാതിരിക്കുക മറ്റുള്ളവരെ ചതിക്കുന്നു. നിന്റെ വഞ്ചനയും ചതിയുമെല്ലാം തീരുമ്പോ നീ ചെയ്ത ഈ വഞ്ചനയും നീ ചെയ്ത ഈ ചതിയും നിന്റെ വേട്ടയാടാൻ തുടങ്ങും. അപ്പോ നമ്മുടെ പാപങ്ങളിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ കൂടെ വന്ന് നമ്മളെ നശിപ്പിക്കും. വലിയ ബന്ധനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നെങ്കിലും നീ ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ, നെടുവീർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പാപം ആവർത്തിക്കില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നെടുവീർപ്പാണ്. നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടു എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ. ഈ 3 ഭാഗങ്ങളും ഒരു പൂർണ്ണ ഹൃദയത്തിന്റെ അടയാളം കാണിക്കുകയാണ്. ഉപവാസവും വിലാപവും നെടുവീർപ്പും. തിരിച്ചു വാ. അങ്ങനെ നീ തിരിച്ചു വരുമ്പോ നിന്നെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ വസ്ത്രത്തെ അല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയത്താണെന്ന് നുറുക്കേണ്ടത്. ഹൃദയം എനിക്ക് ആവശ്യമാണ്.